അഞ്ചാം ക്ലാസ്സിലെ ഗണിതം ക്വസ്റ്റ്യൻ പേപ്പർ സെക്കൻഡ് ടേം 2025-26 ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സാണ് ഈ വീഡിയോയിൽ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ ഒരു വൃത്തത്തെ ഒരുപോലെയുള്ള 3 ഭാഗങ്ങളാക്കിയിരിക്കുന്നു. ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ ഏത്? അപ്പോൾ ഇത് മൊത്തം 3 എണ്ണമുള്ളത്. അപ്പോൾ ആ 3 എണ്ണത്തിൽ ഒരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ 1/3 ഭാഗം, 1/3. ബി ക്വസ്റ്റ്യൻ, ചുവടെ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ചതുരം വരച്ച് 3/8 ഭാഗം ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു ചതുരം വരയ്ക്കണം. ഇതേപോലെ തന്നെ തുല്യ ഇതായിട്ട് 8 കോളം വരയ്ക്കുക. 8 കള്ളികൾ വരച്ചിട്ട് ഇതേപോലെ 3 എണ്ണം അതിൽ ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ എത്ര ഭാഗമാണ്? ഇതേപോലെ 3/8 ഭാഗം. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ, 1/8 തുല്യമായ മറ്റൊരു ഭിന്നം എഴുതുക. അപ്പോൾ 1/8 ഇൻറ്റു അംശവും ഛേദവും ഒരുപോലെ നമ്പർ ഇട്ട് ഇൻറ്റു ചെയ്യുക. 1 × 2 8 × 2, അപ്പോൾ 2/16. ഇപ്പോൾ 3 എണ്ണം എഴുതാൻ പറഞ്ഞാൽ 1 × 3 8 × 3 അങ്ങനെ എഴുതാം കേട്ടോ. ഇതിപ്പോൾ ഒരെണ്ണം ചോദിച്ചിട്ടുള്ളൂ, അനദർ ഫ്രാക്ഷൻ. ഇനി അടുത്തത്, ചുവടെ കൊടുത്തവയിൽ 1/4 ഭാഗം ഷെയ്ഡ് ചെയ്ത ചിത്രം ഏതാണ്? അപ്പോൾ ഇതേപോലെ ഇങ്ങനെ 1 2 3 12 എണ്ണം എഴുതാം എല്ലാത്തിലും. അപ്പോൾ അതിൽ ആദ്യത്തെ പിക്ചറിൽ 3 എണ്ണമാണ് ഷെയ്ഡ് ചെയ്തേക്കണേ, 3 എണ്ണം. അപ്പോൾ 3/12. അപ്പോൾ വെട്ടിച്ചെറുതാക്കിയാൽ 1/4 എന്ന് ആൻസർ കിട്ടും. എ ആണ് അതിൻ്റെ ഉത്തരം. രണ്ടാമത്തെ 5/12 എന്നാണ് കിട്ടണേ. മൂന്നാമത്തെ 8/12 എന്നാണ് കിട്ടണേ. അപ്പോൾ വെട്ടിച്ചെറുതാക്കിയാൽ നമുക്ക് 8-ൽ 2 4 പ്രാവശ്യം, 12-ൽ 2 6 പ്രാവശ്യം. അപ്പോൾ പിന്നെ 2/3 എന്നാണ് കിട്ടുക. ഇനി അടുത്തത് ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് തെറ്റാൻ വഴിയുണ്ട്. ഡി ആണെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഡി അല്ല, ഇതിൽ 4/12 എന്ന് വരണേ. അപ്പോൾ അതിനെ വെട്ടിച്ചെറുതാക്കിയാൽ 1/3 എന്ന് വരണുള്ളൂ. 1/4 എന്ന് വരണത് എ ആണ് കേട്ടോ. ആദ്യത്തെ എ ആണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യത്തിൽ 2 ചോദ്യങ്ങളുണ്ട്, 2 എയും 2 ബിയും. ഇതിൽ ഒന്നിന് മാത്രം ഉത്തരം എഴുതുക. 2A, അനുവും അച്ഛനും 8:30 AM AM എന്ന് പറഞ്ഞാൽ മോർണിംഗിൽ കേട്ടോ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് 10:45 AM രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇനി എ ക്വസ്റ്റ്യൻ, വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ എത്ര സമയം എടുത്തു? വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനായിട്ട് എത്ര സമയം എടുത്തു എന്ന്. അതായത് വീട്ടിൽ നിന്ന് പുറപ്പെട്ട സമയം 8:30 AM, റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സമയം 10:45 AM. അപ്പോൾ ടോട്ടൽ ടൈം അതായത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനായിട്ട് എടുത്ത സമയം 8:30 മുതൽ 10:45 വരെ. അപ്പോൾ ആദ്യം തന്നെ 8:30 മുതൽ 10:30 വരെ എത്രയാണ്? 8:30 മുതൽ 10:30 വരെ 2 മണിക്കൂർ. പിന്നെ 10:30 മുതൽ 10:45 വരെ 15 മിനിറ്റ്. അപ്പോൾ 2 മണിക്കൂർ 15 മിനിറ്റ്. 15 എന്നുള്ളത് 1/4 മണിക്കൂർ അല്ലേ? അപ്പോൾ 2.25 മണിക്കൂറാണ് അവർ വീട്ടിൽ നിന്ന് സ്റ്റേഷനിലേക്ക് എത്താനായിട്ട് എടുത്തത്, 2.25 മണിക്കൂർ. ഇനി ബി ക്വസ്റ്റ്യൻ, രാവിലെ 11 മണിക്ക് ട്രെയിനിൽ കയറി. അന്ന് രാത്രി 12:30 തിരുവനന്തപുരത്ത് എത്തി. എങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്ത സമയം എത്ര? അപ്പോൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തത് 11 മണിക്കാണ്. പിന്നെ തിരുവനന്തപുരത്തേക്ക് എത്തിയത് 12:30 രാത്രിയാണ്. അപ്പോൾ രാവിലെ 11 മണിക്ക് ട്രെയിൻ, എങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്ത സമയം അതാണ് ചോദിച്ചേക്കണേ. ട്രെയിനിൽ എത്ര സമയം യാത്ര ചെയ്തു? അപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്ത സമയം എത്രയാണ്? അപ്പോൾ 11 മണിക്ക് കയറിയിട്ട് 12:30 നൈറ്റിനാണ് എത്തിയത്. അപ്പോൾ 11 മണി മുതൽ ഉച്ച വരെ 1 മണിക്കൂർ. പിന്നെ ഉച്ച മുതൽ 12 മണി ഉച്ചയ്ക്ക് മുതൽ 12:30 വരെ 12:30 മണിക്കൂർ. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയാൽ 13, 12 13 മണിക്കൂർ 30 മിനിറ്റാണ് എടുത്തത്. അതായത് 30 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 13:30 മണിക്കൂർ. ഇനി സി ക്വസ്റ്റ്യൻ, വീട്ടിൽ നിന്ന് പുറപ്പെട്ട് തിരുവനന്തപുരത്ത് എത്താനായിട്ട്
ആകെ എത്ര സമയം എടുത്തു? അപ്പോൾ എത്ര സമയമെടുത്തു? ആദ്യമേ തന്നെ വീട്ടിൽ നിന്ന് 8:30 പുറപ്പെട്ടു. തിരുവനന്തപുരത്ത് 12:30 രാത്രി എത്തി. ടോട്ടൽ ടൈം ടേക്കൺ ടു റീച്ച്, അതായത് വീട്ടിൽ നിന്നും തിരുവനന്തപുരത്ത് എത്താൻ സമയം 8:30 മുതൽ 12:30 വരെ, അതായത് 16 മണിക്കൂർ കേട്ടോ. 8:30 മുതൽ 12:30 വരെ. അപ്പോൾ ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ 12:30 ഉച്ചയും വരുന്നുണ്ട്. ഇത് നൈറ്റ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, രാത്രിന്ന്. അപ്പോൾ അതുകൊണ്ട് 16 മണിക്കൂറാണ് എടുത്തത്. ഇനി അടുത്തത് 2.25 മണിക്കൂറിന് തുല്യമായത് ഏതാണ്? 2.25 എന്ന് പറയുമ്പോൾ 60 മിനിറ്റ്. 2 × 60 മിനിറ്റ്, 120 മിനിറ്റ് ആണ് 2 മണിക്കൂർ. പിന്നെ 1/4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ്. അപ്പോൾ 120ഉം 15ഉം കൂടിയും കൂട്ടിയാൽ നമുക്ക് 135 മിനിറ്റ് എന്ന് കിട്ടും. 135 മിനിറ്റ്. ഇനി അനു 1:20 പരീക്ഷാ ഹാളിൽ കയറി. 2 മണിക്കൂർ 25 മിനിറ്റിന് ശേഷം പരീക്ഷാ ഹാളിൽ നിന്നിറങ്ങി. അനു എത്ര മണി വരെ പരീക്ഷാ ഹാളിൽ ഉണ്ടായിരുന്നു? എത്ര സമയം അനു പരീക്ഷാ ഹാളിൽ ഇരുന്നു എന്ന്. അനു എക്സാം ഹാളിലെത്തിയത് 1:20 അല്ലേ? ഇവിടെ എഴുതിയാണോ 1:20. അപ്പോൾ എക്സാം ഹാളിൽ 2 മണിക്കൂർ 25 മിനിറ്റ്. ആ റെഡ് കളറിൽ എഴുതിയാണോ 1 മണിക്കൂർ പ്ലസ് 1 മണിക്കൂർ, 2 മണിക്കൂർ പ്ലസ് 25 മിനിറ്റ്. 1:20 സ്റ്റാർട്ടിങ്. അപ്പോൾ 1:20 1 മണിക്കൂറാകുമ്പോൾ 2:20 ആവും. 2:20 കൂടെ 1 മണിക്കൂർ കൂട്ടിയാൽ 3:20 ആവും. 3:20 കൂടെ 25 മിനിറ്റ് കൂട്ടിയാൽ 3:45. അപ്പോൾ 3:45 3:45 വരെ അവർ എക്സാം ഹാളിൽ ഉണ്ടായിരുന്നു. അടുത്തത് ഓർ ക്വസ്റ്റ്യനാണ് 2Bയിൽ. രാവിലത്തെ 3 സമയങ്ങളാണ് ക്ലോക്കിൽ കൊടുത്തിരിക്കുന്നത്. ഈ ക്ലോക്കുകളെ സമയത്തിനനുസരിച്ച് ക്രമീകരിച്ചാൽ അവസാനം വരുന്ന ക്ലോക്ക് ഏതാണ്? അപ്പോൾ ആദ്യത്തെ നോക്കിയാൽ 3-ലല്ലേ, 8 കഴിഞ്ഞ് 8-9 ഇടയ്ക്ക്, പിന്നെ 3-ൽ. അപ്പോൾ 8:15, 8:15. ഓരോന്നും 12 തൊട്ട് 1 വരെ 5 മിനിറ്റ്, 1 തൊട്ട് 2 വരെ, അങ്ങനെ 12 തൊട്ട് 2 വരെ 10 മിനിറ്റ്, 12 തൊട്ട് 3 വരെ 15 മിനിറ്റ്. 8:15. ആദ്യത്തെ ചിത്രം 1-ൽ 8:15. രണ്ടാമത്തെ 10-നും 11-നും ഇടയ്ക്ക് 6-ൽ വരുന്നത് അര, 10:30. 10:30, 30 കേട്ടോ, 10:30. ഇനി മൂന്നാമത്തെ ചിത്രത്തിൽ 6-നും 7-നും ഇടയ്ക്ക്, അപ്പോൾ 6:09 45, 6:45 ഇത്. അപ്പോൾ ഈ ക്ലോക്കുകളെ സമയത്തിനനുസരിച്ച് ക്രമീകരിച്ചാൽ അവസാനം വരുന്ന ക്ലോക്ക് ഏതാണ്? ആദ്യം 6:45, പിന്നെ 8:15, പിന്നെ 10:30. അതായത് ചിത്രം 2 അവസാനം വരുന്ന ക്ലോക്ക്. ഇനി മുകളിൽ കൊടുത്ത ക്ലോക്കുകളിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും ക്ലോക്കിലെ സമയം വ്യത്യാസം എത്രയാണെന്ന്. ഒന്നാമത്തെ ചിത്രം 1-ൽ 8:15, ചിത്രം 3-ൽ 6:45. 8:15ഉം 6:45, 6:45 മുതൽ 8:15 വരെയുള്ള സമയം എത്രയാണ്? 6:45 കഴിഞ്ഞാൽ 7:45, 8:15. അപ്പോൾ 1.5 മണിക്കൂർ കേട്ടോ സമയം. 7:45, 8:15. അടുത്തത് പട്ടിക പൂർത്തിയാക്കുക. 150 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണ്? 1.5 മണിക്കൂർ. 150 മിനിറ്റ്. 150നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 60 മിനിറ്റാണ് 1 മണിക്കൂർ. അപ്പോൾ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 2 മണിക്കൂർ 30 മിനിറ്റ് കിട്ടും. 2.5 മണിക്കൂർ ആൻസർ. ഇനി 8 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 8 × 60, അത്രയും സെക്കൻഡ്, 480 സെക്കൻഡ്. മൂന്നാമത്തെ ഡി ക്വസ്റ്റ്യൻ പ്രസ്താവന. 1 മണിക്കൂർ എന്നത് 60 × 60 സെക്കൻഡാണ്. അതെ, 60 മിനിറ്റ് × 60 സെക്കൻഡാണ് 1 മണിക്കൂർ. 1 മണിക്കൂർ കാരണം 1 മണിക്കൂർ 60 മിനിറ്റാണ്, 1 മിനിറ്റ് 60 സെക്കൻഡാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം പ്രസ്താവനയും കാരണവും ശരിയാണ്. അത് സി ആണ് ആൻസർ. സി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 23 പേന 4 എണ്ണം വീതം എത്ര പാക്കറ്റുകളിൽ നിറയ്ക്കാം? എത്ര പേന ബാക്കി വരും? അപ്പോൾ എത്രയാണ്? 23 ഡിവിഷൻ 4. അപ്പോൾ 5 പാക്കറ്റുകൾ നിറയ്ക്കാം, 3 പേന ബാക്കി വരും. റിമൈൻഡർ 3 അല്ലേ? അപ്പം 3
പേന ബാക്കി വരും. ഇനി 1/4 മറ്റൊരു ഭിന്നരൂപം എഴുതുക. 1/4 എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് നമ്പറാണ് അല്ലേ. അപ്പോൾ ഇതിനെ വിഷമഭിന്നാക്കുമ്പോൾ 4 × 1 4 + 3 7 7/4 അതാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, അതായത് വിഷമഭിന്നം. ഇനി സി ക്വസ്റ്റ്യൻ നോക്കിയാൽ 1-ാം കോളത്തിൽ ഏതാനും ഭിന്നസംഖ്യകളും 2-ാം കോളത്തിൽ അവയുടെ മറ്റൊരു രൂപവും കൊടുത്തിരിക്കുന്നു. 4/3. അപ്പോൾ രണ്ടാമത്തേനെ വിഷമഭിന്നാക്കിയാൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയാൽ 3 × 1 3 3 × 2 5 5/3 ആദ്യത്തെ. പിന്നത്തെ 3 × 2 6 6 × 1 7 7/3 രണ്ടാമത്തെ. 3 × 1 3 + 1 4 4/3 മൂന്നാമത്തെ. അപ്പം ഇങ്ങനെ ചേരുംപടി ചേർക്കാനാണ്. C മൂന്നാമത്തെ ആയിട്ട് വരും, B ഒന്നാമത്തെ ആയിട്ട് വരും, C രണ്ടാമത്തെ ആയിട്ട് വരും. ഡി ക്വസ്റ്റ്യൻ 5 ലിറ്റർ പാൽ 4 കുപ്പികളിൽ തുല്യമായി ഒഴിച്ചിരിക്കുന്നു. ഒരു കുപ്പിയിലുള്ള പാലിൻ്റെ അളവ് എത്ര? അതായത് 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 1/4 ലിറ്റർ എന്ന് കിട്ടും. 1.25 1/4 ലിറ്റർ. അടുത്തത് 4A. മീനുവിൻ്റെയും കൂട്ടുകാരുടെയും ഉയരങ്ങളാണ് പട്ടികയിൽ കൊടുത്തിരിക്കുന്നത്. പട്ടിക പൂർത്തിയാക്കുക. മീനു 150 സെൻറ്റിമീറ്റർ. അതിൻ്റെ ഭിന്നരൂപം 1/50/100. അപ്പോൾ ദശാംശരൂപം ബൈ 100 അല്ലേ, 50/100. അപ്പോൾ 2 0 താഴെ. അപ്പോൾ അതുകൊണ്ട് 2 നമ്പർ നീക്കി ഡോട്ട് ഇടാം. അപ്പോൾ 1.50 1.5 മീറ്റർ. ഇനി ഗോപു 147 സെൻറ്റിമീറ്റർ. അതായത് ഇതേ ഭിന്നരൂപം 1/47/100 മീറ്റർ, അതായത് 1.47 മീറ്റർ. ഇനി ബെന്നി 125 സെൻറ്റിമീറ്റർ. 1/25/100 1.25 മീറ്റർ. പോയിൻ്റ് കഴിഞ്ഞാൽ നമ്മൾ 25 എന്ന് പറയരുത്, 1.25 എന്ന് പറയരുത്, 1.25. ഇനി ബി ക്വസ്റ്റ്യൻ 17 സെൻറ്റിമീറ്ററിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ശരിയായത് ഏതാണ്? 17 സെൻറ്റിമീറ്റർ, 17/100 അതൊന്ന്. രണ്ടാമത്തെയും നാലാമത്തെയും 17/100 എന്ന് പറഞ്ഞാൽ 0.17 മീറ്റർ. അപ്പോൾ 0.17 × 100 സെൻറ്റിമീറ്റർ. അപ്പോൾ 2 ദശാംശം നീക്കി ഡോട്ട് 17 സെൻറ്റിമീറ്റർ ഉണ്ടാവും. അതേപോലെ തന്നെ 0.17 മീറ്റർ എന്ന് പറയുന്നത് 17 സെൻറ്റിമീറ്ററാണ്. 2ഉം 4ഉമാണ് കറക്റ്റായിട്ടുള്ളത്. 4B 1 മീറ്റർ 46 സെൻറ്റിമീറ്റർ 3 മില്ലിമീറ്ററിനെ മീറ്ററായി ഭിന്നസംഖ്യാ രൂപത്തിലും ദശാംശ രൂപത്തിലും എഴുതുക. 1 മീറ്റർ 46 സെൻറ്റിമീറ്റർ 3 മില്ലിമീറ്റർ. അപ്പോൾ 100 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാണ് 1 മീറ്റർ. 1000 മില്ലിമീറ്ററാണ് 1 മീറ്റർ. ഇതിനെ സെൻറ്റിമീറ്ററിലായിട്ട് എഴുതുമ്പോൾ 1. ഇതിനെ 1 മീറ്റർ, അപ്പോൾ 1.463 മീറ്റർ. അതിനെ ഇൻറ്റു 100 ഇട്ടിട്ടുണ്ടെങ്കിൽ 146.3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. പിന്നെ മില്ലിമീറ്റർ ആക്കണമെങ്കിൽ ഇൻറ്റു 1000 ആണ്, 1000. അപ്പോൾ 1.463 ഇൻറ്റു 1000 1463 മില്ലിമീറ്റർ. 146 സെൻറ്റിമീറ്റർ 3 മില്ലിമീറ്റർ. അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് എത്ര സെൻറ്റിമീറ്റർ മില്ലിമീറ്ററും കണ്ടല്ലോ. ഇനി 1.46 മീറ്ററിൻ്റെ ഭിന്നരൂപം നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ 1/46/100 മീറ്റർ. ഇനി ഡി ക്വസ്റ്റ്യൻ 1 മീറ്ററും 1 മീറ്ററിൻ്റെ 100ൽ 50 ഭാഗവും. 100ൽ 50 ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50/100 ആണ് കേട്ടോ. 100 ആണ് ടോട്ടലുള്ളത് താഴെ എഴുതുക, ഛേദമായിട്ട് എഴുതുക, ഡിനോമിനേറ്ററായിട്ട് എഴുതുക. 50 എന്നുള്ളത് മുകളിൽ അംശം. അപ്പോൾ 1 + 50/100. 50/100 എന്ന് പറഞ്ഞാൽ കണ്ട താഴെ 2 0 അല്ലേ. 0.50 1.50, അതായത് 1.5 മീറ്റർ.
ഇനി 5A ഒരു സമചതുരത്തിന് 17 സെൻറ്റിമീറ്റർ ചുറ്റളവുണ്ട്. സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയാണ്, എത്ര സെൻറ്റിമീറ്റർ ആണെന്ന്. അതായത് 17 ചുറ്റളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തെന്നാ, ചുറ്റുമുള്ള അളവ്, പെരിമീറ്റർ. ചുറ്റുമുള്ള അളവ് 17 സെൻറ്റിമീറ്ററാണ്. ഇത് സ്ക്വയറാണ്, സമചതുരമാണ്. സമചതുരത്തിൻ്റെ എല്ലാ വശങ്ങളും തുല്യമാണ്. അപ്പോൾ 4 ഇൻറ്റു ഒരു സൈഡ് എന്ന് പറയുന്നതാണ് 17 സെൻറ്റിമീറ്റർ. ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു വശം എന്ന് പറഞ്ഞാൽ 17/4, അതായത് 4.25 സെൻറ്റിമീറ്റർ. 4.25 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ. ഇനി അടുത്തത് 21 ലിറ്റർ പാൽ 5 പേർക്ക് ഒരുപോലെ വീതിച്ചു കൊടുത്താൽ ഓരോരുത്തർക്കും എത്ര ലിറ്റർ പാൽ കിട്ടുന്നു? 21/5. അപ്പോൾ 4.25, അതായത് 4.25 ലിറ്റർ പാൽ. 21/5, അപ്പോൾ 4.25 അല്ല, 21/5 4.2 ലിറ്റർ. 4.2 ലിറ്റർ പാലാണ് കിട്ടുന്നത്. ഇനി അടുത്തത് 2.5 മീറ്ററിനെ കുറിച്ച് താഴെ കൊടുത്തവയിൽ ശരിയേത്? 2.5 മീറ്റർ. 2 മീറ്ററും 1 മീറ്ററിൻ്റെ പകുതിയല്ല ആരാ, അത് ചേർന്നതാണ്. അപ്പോൾ എ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഇനി ഡി ക്വസ്റ്റ്യൻ, ഒരു കേക്കിൻ്റെ 3/4 ഭാഗം കിട്ടാൻ അതേപോലുള്ള 3 കേക്കിനെ എത്രയായി ഭാഗിച്ചാൽ 1 എടുക്കണം? അതായത് 3 കേക്ക് 3/4, അപ്പോൾ 4ആയിട്ട് ഭാഗിക്കണം അല്ലേ. അതിനെ എങ്ങനെയാണ്? 3/3/4. അപ്പോൾ എങ്ങനെ ഭിന്നസംഖ്യനെ ഹരിക്കണം എന്നുണ്ടെങ്കിൽ അത് മറിച്ചിട്ട് ഗുണിക്കണം. അപ്പോൾ 3 ഇൻറ്റു 4/3, 3 വെട്ടിപ്പോയാൽ 4. അപ്പോൾ ഒരു കേക്കിനെ 4ആയിട്ട് ഭാഗിച്ചിട്ട് അതിലൊരു പീസ് എടുക്കണം, 4ൽ 1 ഭാഗം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 25 ഇൻറ്റു 14 350 ആണ്. 25 ഇൻറ്റു 15 തുല്യമായത് താഴെ കൊടുത്തവയിൽ ഏതാണ്? അപ്പോൾ 25 ഇൻറ്റു 14 350. 15 ആവാനായിട്ട് ഒരു 25 കൂടി കൂട്ടിയാൽ പോരെ. അപ്പോൾ 350 പ്ലസ് 25. ഇനി അടുത്തത് 1116 പേന 12 വീതമുള്ള പാക്കറ്റുകളാക്കിയാൽ എത്ര പാക്കറ്റ് പേനയുണ്ടാകും? അപ്പോൾ 1116നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 9 12 108, 9 ഇൻറ്റു 12 108. അപ്പോൾ 8 മൈനസ് 8 11 3, 1 0, പിന്നെ 0 36ൽ 3 പ്രാവശ്യം. അപ്പം 93 പാക്കറ്റ് കേട്ടോ. എത്ര പാക്കറ്റ് പേനയുണ്ടാവുന്നു? 93 പാക്കറ്റ്. ഇനി 84 ഡിവൈഡഡ് ബൈ 7 എത്രയെന്ന് ചുവടെ ഉള്ള കളങ്ങളിൽ എഴുതി കണ്ടത്. നമുക്ക് പെട്ടെന്ന് അറിയാം. 84/7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? ഇത് 8 പ്രാവശ്യമാണെന്ന് അറിയാം, പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് അനുസരിച്ചിട്ട് വേണം എഴുതാനായിട്ട്. 7 ഇൻറ്റു 10 എത്രയാണെന്ന് നോക്കുക. അപ്പോൾ 70. റെഡിൽ കൊടുത്താൽ എന്തോ മൈനസ് ചെയ്യുക. അപ്പോൾ 4, 7 8 1. അപ്പോൾ രണ്ടാമത്തെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ 14 എന്ന് വരും. ഇനി ഇവിടെ 14 കിട്ടണമെന്നുണ്ടെങ്കിൽ 7 ഇൻറ്റു 2 വേണ്ടത് അല്ലേ. 7 ഇൻറ്റു 2 14. ഇനി 84 10 പ്ലസ് 2 12. 84 ഡിവൈഡ് ബൈ 7 എന്ന് പറഞ്ഞാൽ 12. അപ്പോൾ അങ്ങനെയാണ് ആൻസർ.